ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീൻ. അതിൻ്റെ കൂടെ ഞാൻ സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ മുടി ഒന്ന് കെട്ടി വയ്ക്കാം. ഓക്കെ, ആൻഡ് ഞാൻ കണ്ണാടി മാറ്റുകയാണ്. നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ അല്ലേ? എനിക്കറിയാം ഞാൻ ഇങ്ങനെ നിന്നാലും നിങ്ങൾക്ക് എന്നെ കാണാമെന്ന്. പക്ഷേ എനിക്ക് എന്നെ കണ്ടുകൂടാം. ഞാനൊരു അന്ധയാണ് കണ്ണാടി മാറ്റിയാൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടോണറാണ്. ശേഷ ആയുർവേദയുടെ ഒരു റോസ് വാട്ടർ ടോണറാണ്. ഓക്കെ, ഞാനത് കുറച്ചധികം യൂസ് ചെയ്യും. ഒന്നും കൊണ്ടല്ല, നല്ല സുഖമാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ചധികം യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് കുറച്ച് ഒന്ന് ടാം സ്കിൻ ആയിട്ടിരിക്കുമ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഹൈലറോണിക് ആസിഡാണ്. അപ്പോൾ അതുകൊണ്ട് ഡാം സ്കിൻ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ടാവും. കാരണം എനിക്ക് എങ്ങോട്ട് നോക്കേണ്ടതെന്ന് ഇതുവരെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. എനിക്ക് തോന്നുന്നു ക്യാമറയിലാണ് നോക്കേണ്ടതല്ലേ വീഡിയോ എടുക്കുമ്പോൾ. പക്ഷേ എനിക്ക് കണ്ണൊന്നും അധികം അങ്ങനെ കാണുന്നില്ല. ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കണം, എനിക്കൊന്ന് ക്ലിയർ ആവണം. ഓക്കെ 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 കണ്ണ് മുടി അടിഞ്ഞു. അതെ, ഓക്കെ, ഹൈലറോണിക് ആസിഡ്. ഓക്കെ, എനിക്കിതൊന്ന് കുറയ്ക്കുകയും വേണം. അപ്പോൾ ഒരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ഞാൻ എന്തായാലും ചെയ്യും. അടുത്തത് ഹൈലറോണിക് ആസിഡ് ഒന്ന് അബ്സോർബായി കഴിയുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നിയാസിനമൈഡ് യൂസ് ചെയ്യാം. അതും സെയിം ബ്രാൻഡാണ്. എനിക്ക് ഈ ബ്രാൻഡ് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ സെറവും വാങ്ങി. ഇത് നിയാസിനമൈഡാണ്. നിയാസിനമൈഡ് ഒരു 3 ഡ്രോപ്സ്. എനിക്ക് കണ്ണ് ശരിക്കും കാണുന്നില്ല. ബാക്കി വരുന്ന കുറച്ച് നമുക്ക് കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടയ്ക്ക് മൂടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കഴുത്തിലും കൂടെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കും. ഓക്കെ, ഓക്കെ, ഇനി അടുത്തത് മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്ന പാന്തനോളിൻ്റെ ഒരു ക്രീമാണ്. എനിക്കിത് ഭയങ്കര സ്കിന്നിന് ഭയങ്കര സൂത്തനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനധികം ഗ്രീസിനെസ് ഒന്നുമില്ല, നല്ലോണം അബ്സോർബ് ആവും. നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ തോന്നുന്ന ഒരു മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ നമുക്കത് നല്ലൊരു ജനറസ് എമൗണ്ട് ഞാൻ നെക്കിലും ഫേസിലുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് 2 റീസൺ ഉണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ. ഞാനിത് കഴിഞ്ഞ് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഫേസ് മസാജ് ചെയ്ത് കൊടുക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് കുറച്ച് കാര്യം ചെയ്യും. അത് ഈ മസാജാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറും വയ്ക്കും, കവിളും വയ്ക്കും. ബാക്കി കൈയും കാലും ഒക്കെ മെലിഞ്ഞിരിക്കും. പക്ഷേ വയറും കവിളും നല്ലോണം വയ്ക്കും. ചെറുതായിട്ട് എന്തെങ്കിലും വെള്ളം കുടിച്ചാലും കവിള് വയ്ക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും ചബ്ബി ചിക്സ് ഇഷ്ടമല്ല സത്യത്തിൽ. എനിക്ക് കുറച്ച് ചബ്ബിനെസ് ഒന്ന് കുറഞ്ഞൂടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഫേഷ്യൽ മസാജ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ നൈറ്റ് ടൈമിൽ ഞാൻ ചെയ്യുന്നത്. പകലാണ് ഞാൻ മോർണിംഗ് ടൈമിലാണ് ഫേഷ്യൽ മസാജൊക്കെ ഞാൻ നല്ല രീതിയിൽ ഒരു റുട്ടീൻ പോലെ ചെയ്യുന്നത് മോർണിംഗ് ടൈമിലാണ്. രാത്രി ചെറുതായിട്ടൊരു ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ചെറിയ രീതിയിൽ ഞാനൊന്ന് മസാജ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫേഷ്യൽ മസാജ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നെക്കിൽ നിന്നായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ മസാജ് ചെയ്ത് തീരുമ്പോൾ ലിംഫാറ്റിക് ഡ്രെയിനേജും ചെയ്തിരിക്കണം. ഈ 2 കാര്യങ്ങൾ നമ്മളെപ്പോഴും പലരും പലരും ഫേസിൽ നിന്നേ അങ്ങ് തുടങ്ങും. അങ്ങനെയല്ല, ആദ്യം നെക്ക് കവർ ചെയ്യുക, ഇയേഴ്സും കവർ ചെയ്യുക, എന്നിട്ട് ഫേസിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ നൈറ്റ് ടൈം ചെയ്യുന്ന
വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യൽ മസാജാണ്. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മസാജിങ് ഒന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. കുറച്ച് സിമ്പിളായിട്ടുള്ള മസാജിങ് ടെക്നിക്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡായിട്ടാണ് ഇതിലിപ്പോൾ ചെയ്തേക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്ന് വെച്ചാൽ, നമ്മൾ നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇയർ കവർ ചെയ്യുന്നു, ഫോർഹെഡ്, പിന്നെ ബാക്കി ഫേഷ്യൽ ഏരിയ എല്ലാം കവർ ചെയ്യുന്നു, അവസാനം ലിംഫാറ്റിക് ഡ്രെയിനേജും കൂടെ ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഇത് മെയിനായിട്ട് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫേഷ്യൽ മസാജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഈ മോയ്സ്ചറൈസർ നല്ല രീതിയിൽ നമ്മൾ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ആവും. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു ഗ്ലോ നമുക്ക് ഫേസിൽ കാണാൻ പറ്റും ഈ മസാജ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ എനിക്ക് നല്ല ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്യുന്നൊരു രീതിയാണ്. ഞാൻ പല വീഡിയോസ് കണ്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ വെച്ച് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ഫേഷ്യൽ മസാജാണ്. ചെറിയ തെറ്റുകൾ കാണാം, പലതും ഇങ്ങനെ അല്ലായിരിക്കാം, പക്ഷേ എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു രീതിയാണ്. പക്ഷേ ഞാൻ രാവിലെ ചെയ്യുന്നത് ഇങ്ങനെയല്ല, ഒരു സ്ലോ പ്രോസസ്സാണ് രാവിലെ ഞാൻ ചെയ്യുന്നത്. കുറച്ച് ടൈം എടുത്താണ് ഞാൻ ഓരോ മസാജും ഞാൻ ചെയ്ത് തീർക്കുന്നത്. അതുപോലെ കുറച്ചധികം വേറെ മസാജസും കൂടെ അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഫേഷ്യൽ യോഗയും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു 2 വീഡിയോ ആയിട്ട് ചെയ്യാം. ഫേഷ്യൽ മസാജിനൊരു വീഡിയോ, ഫേഷ്യൽ യോഗയ്ക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ട്രെറ്റാണ്. നമ്മളിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് നല്ലോണം അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ട്രെറ്റ് യൂസ് ചെയ്യാം. ട്രെറ്റ് വളരെ ചെറിയൊരു എമൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ട്രെറ്റ് തന്നെയാണ് ഞാൻ സ്പോട്ട് കറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ അതിൽ ഞാനൊരു കറക്റ്റൊരു എക്സാക്റ്റ് മോയ്സ്ചറൈസർ ഇട്ടേക്കുന്നുണ്ട്. ഓക്കെ, പീ സൈസ് എമൗണ്ട്. ഓക്കെ, ഞാൻ ജെൽ ട്രെറ്റാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ക്രീമല്ല. ഓക്കെ, ചെറുതായിട്ട് ബാറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതൊരു തിക്ക് മോയ്സ്ചറൈസറാണ്, ഡ്രൈ സ്കിന്നിനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടാണ് ഞാൻ ഇടുന്നത്. നല്ല തിക്കായിട്ട് എനിക്ക്, അതായത് ഞാനിപ്പോൾ ട്രെറ്റ് യൂസ് ചെയ്യാണല്ലോ. ട്രെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവാനും റെഡ്നെസ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ട് മോയ്സ്ചറൈസർ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ലൈക്ക് ഞാൻ ഇത്രയും തിക്കിലാണ് ഇടുന്നത്. ഓക്കെ, ഓക്കെ, നെക്കിൽ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഫുൾ അബ്സോർബ് ആവും. ഓക്കെ, അപ്പോൾ അറിയുന്നില്ലല്ലോ, ഓൾമോസ്റ്റ് കുറേ അബ്സോർബായി പോയി. അപ്പോൾ ഇതാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഇന്ന് കുറച്ചെടുക്കുക, ഇവിടെ മാത്രം ഇങ്ങനെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.